ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിക്കേഴ്സീവ് ഡിസൈൻ പാർസിങ്ങിൻ്റെ വേറൊരു എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റിക്കേഴ്സീവ് ഡിസൈൻ പാർസിങ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ്സ് എ ടോപ്പ് ഡൗൺ പാർസിങ് മെത്തേഡ്. അപ്പോൾ നമ്മൾ പാർസ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത് ടോപ്പിൽ നിന്ന് താഴേക്കായിരിക്കും. അതായത് ഫസ്റ്റ് റൂട്ട് നോഡ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ ചൈൽഡ് നോഡ്സിനെ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ ചൈൽഡ് ആ ഒരു ലെവലിൽ പോയിട്ട് നേരെ നമ്മൾ പ്രോസസ്സിങ് തീരുന്ന രീതിയിൽ ലാസ്റ്റ് ലെവലിൽ ലീവ്സിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ലെവലിൽ ഉണ്ടാവാം ലീവ്സ്. ഇനി ഓരോ നോൺ ടെർമിനൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ ഏതാണോ അതിൽ നിന്ന് തുടങ്ങി അതിന് ഏത് റീപ്ലേസ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്, ആ ഫസ്റ്റ് റീപ്ലേസ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ ഉപയോഗിച്ച് അതിന് കറസ്പോണ്ടിങ് റൈറ്റ് ഹാൻഡ് സൈഡായിരിക്കും നമ്മൾ ചിൽഡ്രൻ ആയിട്ട് വരിക. ഇനി അതിലുള്ള നോൺ ടെർമിനൽസ് നമ്മൾ ഫർദർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അടുത്ത ലെവൽ ഓഫ് നോട്ട്സ് വരും. ആ ഒരു രീതിയിൽ നമ്മൾ മുമ്പോട്ടേക്ക് പോകാം. ഈ റിക്കേഴ്സീവ് ഡിസൈൻ പാർസിങ്ങിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നത് നമുക്കവിടെ ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരാം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഒരു സിമ്പിളിനൊരു 2 ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻസ് ഉണ്ടെന്ന് എഴുതാൻ. ഈ ഫസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ യൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ടേക്ക് പോയി. പക്ഷേ നമ്മളുടെ ഇൻപുട്ട് സ്ട്രിങ്ങിനെ നമുക്കത് ആ പ്രൊഡക്ഷൻ ഉപയോഗിച്ച് പാഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ മാച്ച് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് പഴയ നോൺ ടെർമിലേക്ക് തിരിച്ചെത്തിയിട്ട് അതിൻ്റെ അടുത്ത ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആവുമോ നോക്കുക. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്കേഴ്സീവ് ഡിസൈൻ പാർസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടോപ്പ് ഡൗൺ പാർസിംഗ് മെത്തേഡ്. നമ്മൾ പാർസ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത് റൂട്ട് ഓഫ് ദി നോഡ് ടു ലീവ്സ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഗ്രാമർ. ഇതിനകത്ത് എസ്, എ, ബി, സി, ഡി ഇതെല്ലാം നോൺ ടെർമിനൽസ് ആണ്. സ്മോൾ ലെറ്ററിൽ കാണുന്നതെല്ലാം ടെർമിനൽ സിമ്പിൾസ്. ഇതാണ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ തന്നേക്കുന്ന ഇൻപുട്ട് സ്ട്രീം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് സിമ്പിളിൽ നിന്ന് തുടങ്ങി. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് സിമ്പിളിന് 2 ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ എസിനെ നമ്മൾ ക്യാപിറ്റൽ എ സ്മോൾ എ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് റൂട്ട് നോഡ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ 2 ചൈൽഡിനായിട്ട് എയും സ്മോൾ എയും വന്നു. അപ്പോൾ ഇതൊരു നോൺ ടെർമിനലാണ്. ദിസ് ഈസ് എ ടെർമിനൽ സിമ്പിൾ. അപ്പോൾ ഇൻപുട്ട് പോയിൻ്റർ നമുക്ക് ഇപ്പോഴും നമ്മളുടെ ഫസ്റ്റ് സിമ്പിളിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മാച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ നോൺ ടെർമിനലിനെ നമ്മൾ ഫർദർ പ്രോസസ്സ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എ എന്ന് പറഞ്ഞ നോൺ ടെർമിനലിൽ ഏതൊക്കെ പ്രൊഡക്ഷൻസ് ഉണ്ടെന്ന് നോക്കുക. അതിൽ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യാം. അപ്പോൾ എയുടെ കേസിലാണെങ്കിൽ ഇവിടെ 2 ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ എടുത്തു. സോ എ നമ്മൾ സ്മോൾ എ ബി, അതായത് ഫസ്റ്റ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് നമ്മൾ വീണ്ടും എലാബറേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ലീഫ്. ഈ ഫസ്റ്റ് ലീഫ് നമ്മളുടെ ഇൻപുട്ട് പോയിൻ്റർ നിൽക്കുന്ന സിമ്പിളും തമ്മിൽ മാച്ച് കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എ ആണ്, ഇതും എ ആണ്. അപ്പോൾ അത് രണ്ടും മാച്ചായി. നമുക്ക് നെക്സ്റ്റ് ഇൻപുട്ട് പോയിൻ്റർ നമ്മൾ അഡ്വാൻസ് ചെയ്തു, അടുത്ത സിമ്പിളിലേക്ക് എത്തി. ഇനി അടുത്ത നമ്മൾ മാച്ച് കിട്ടിയോണ്ടാണ് ഇത് റെഡായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ലീഫ് നോക്കുകയാണെങ്കിൽ സ്മോൾ എ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻപുട്ടിലും സ്മോൾ എ ആണ്. അപ്പോൾ അവിടെയും മാച്ച് കിട്ടി. എഗെയിൻ നമ്മൾ മുമ്പോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻപുട്ട് സിമ്പിൾ പോയിൻ്റ് ചെയ്യുന്നത് ബിയിലേക്കാണ്. പക്ഷേ നമ്മളുടെ ട്രീയിൽ നമ്മളിവിടെ നെക്സ്റ്റ് കാണുന്ന ഒരു നോൺ ടെർമിനലാണ്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് നമ്മൾ അതിനെ എലാബറേറ്റ് ചെയ്യണം, അല്ലെ എക്സ്പാൻഡ് ചെയ്യണം. ഇപ്പോൾ ബിയുടെ കേസിലാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ബി 3 പ്രാവശ്യം. ഇതാണ് നമ്മളുടെ കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞ നോഡിനെ നമ്മൾ ഈ കറസ്പോണ്ടിങ് റൈറ്റ് ഹാൻഡ് സൈഡ് ഉപയോഗിച്ച് എലാബറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടി? 3 ബി നമ്മൾ പാർസ് ട്രീയിലേക്ക് ആഡ് ചെയ്തു. നമ്മുടെ ഇൻപുട്ട് പോയിൻ്റർ നിൽക്കുന്നത് ബിയിലാണ്. നമ്മളെ നെക്സ്റ്റ് ലീഫ് എന്ന് പറയുന്നതും ബി ആണ്. അവിടെ മാച്ച് കിട്ടി, നമ്മൾ പ്രൊസീഡ് ചെയ്തു. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോയിൻ്റർ ഒന്ന് അഡ്വാൻസ് ചെയ്തു. അപ്പോൾ അടുത്തതും ബി ആണ്. നമ്മളുടെ നെക്സ്റ്റ് ലീഫ് എന്ന് പറയുന്നതും ബി ആണ്. അവിടെ നമുക്ക് മാച്ച് കിട്ടി, നമ്മൾ വീണ്ടും പ്രൊസീഡ് ചെയ്യണം. ഈ നെക്സ്റ്റ് ഒരു സിറ്റുവേഷനിലെത്തുമ്പോൾ നമ്മുടെ ഇൻപുട്ട് പോയിൻ്റർ ഡിയിലെത്തി. നമ്മൾ പക്ഷേ നെക്സ്റ്റ് ലീഫ് എന്ന് പറയുന്നത് ബി ആണ്. ഇവിടെ നമുക്ക് മാച്ച് കിട്ടുന്നില്ല. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ ഒരു ഫെയിലിയർ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് വന്ന പ്രൊഡക്ഷൻസിൻ്റെ ഓർഡർ കറക്റ്റ് അല്ല ഈ പാഴ്സിങ്ങിന്. അപ്പോൾ വേറെ ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് സക്സസ്ഫുൾ ആവുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ ഫെയിലിയർ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഓൾട്ടർനേറ്റീവ് ഈ പ്രൊഡക്ഷൻസിൻ്റെ ഓർഡറിൽ നമ്മൾ അപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കിട്ടില്ല എന്നുള്ള നമുക്ക് ക്ലിയർ ആയി. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്യുക എന്ന് പറയുമ്പം ഇപ്പോൾ ഈ ബിയുടെ കേസിൽ നമുക്ക് വേറെ ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷനൊന്നുമില്ല, ആകെ ഒരൊറ്റ പ്രൊഡക്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്ത പ്രൊഡക്ഷൻ നമ്മൾ പ്രോസസ്സ് തിരിച്ച് റിവേഴ്സ് ആക്കുകയാണ്, അതാണ് ബാക്ക് ട്രാക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ 2 ബി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ ഇൻപുട്ട് പോയിൻ്ററിനെ തിരിച്ച് നമ്മൾ ഈ 2 പൊസിഷൻ പുറകോട്ടേക്കാക്കി ബിയിലേക്ക് എത്തിക്കണം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 2 പൊസിഷൻ മാറി പോയിൻ്റർ ഇവിടെ എത്തി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കുകയാണെങ്കിൽ എയുടെ കേസിലാണെങ്കിൽ നമുക്ക് 2 പ്രൊഡക്ഷൻസ് ഉണ്ട്. എ ബി ഉണ്ട്, എ ബി എ ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിച്ച് നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷനാണ് നമ്മൾ അടുത്ത് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ എഗെയിൻ ബാക്ക് ട്രാക്ക് ചെയ്യണം. ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ നോക്കണം 2 ഇൻപുട്ട് സിമ്പിൾ നമ്മൾ ഓൾറെഡി പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ബാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ ഈ പോയിൻ്റർ വീണ്ടും തിരിച്ചെങ്ങോട്ടേക്ക് എത്തിക്കുക? 2 പൊസിഷൻ പുറകോട്ടേക്ക് പോയി നമ്മളുടെ ഫസ്റ്റ് സിമ്പിളിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഇനി എയുടെ കേസിൽ നമ്മൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ ഒരെണ്ണം കൂടിയുണ്ട്. അതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, അതിൽ സൊല്യൂഷൻ കിട്ടുമോ എന്നുള്ളത്.
അപ്പോൾ എ എക്സ്പാൻഡ് ചെയ്ത് നെക്സ്റ്റ് AABA അതാണ് നമ്മളുടെ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ AABA. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻപുട്ട് പോയിൻ്റർ ഫസ്റ്റ് എയിലായിരുന്നു നിന്നത്, ഇവിടുത്തെ ലീഫുമായിട്ട് മാച്ച് കിട്ടി. അടുത്ത പോയിൻ്ററിൽ A ആവും, ഇവിടെ നമുക്ക് മാച്ച് കിട്ടി. നെക്സ്റ്റ് B ആയി, അതും മാച്ച് കിട്ടി. ഇനി ഫോർത്ത് വൺ ഇവിടെ നമ്മുടെ ഇൻപുട്ടിൽ B ആണ്, പക്ഷേ നമ്മളെ ലീഫിൽ A ആണ്. അപ്പോൾ ഈ എയുടെ 2 ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻസ് യൂസ് ചെയ്താലും നമുക്ക് മാച്ച് കിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. സോ അഗെയിൻ എ ഫെയിലിയർ ഒക്കേഴ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ബാക്ക് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 3 എണ്ണത്തിനെ ഓൾറെഡി പ്രോസസ്സ് ചെയ്തിരുന്നു, അതുകൊണ്ട് ആ പോയിൻ്റർ വീണ്ടും തിരിച്ചെടുത്തിക്കുക, ഫസ്റ്റ് സിമ്പിളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ എസ്സിന് നമ്മൾ 2 ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻസ് ഉണ്ട്. ഇനി ഫസ്റ്റ് വൺ ഉപയോഗിച്ചായിരുന്നു നമ്മൾ ഇത്രയും നേരം ചെയ്തിരുന്നത്. അപ്പം നെക്സ്റ്റ് നമുക്ക് അടുത്ത സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് ട്രൈ ചെയ്യാം. ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് പോയപ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷൻസും നോക്കിയിട്ട് നമുക്ക് ഫെയിലിയർ ആണ് ഉണ്ടായിട്ടുള്ളത്. സോ എസ്സിൻ്റെ നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ C നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് തിരിച്ച് എസ്സിലെത്തി. എസ്സിന് അടുത്ത ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ CE അപ്ലൈ ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് നോൺ ടെർമിനലാണ്, അതുകൊണ്ട് സിക്ക് അടുത്ത പ്രൊഡക്ഷൻ കൊടുക്കുക. സിയുടെ എക്സ്പാൻഷൻ ഈസ് സ്മോൾ a d. അപ്പോൾ സിയെ ഫർദർ എക്സ്പാൻഡ് ചെയ്തു, AD കിട്ടി. ഇനി നമ്മളുടെ ഇൻപുട്ട് സിമ്പിൾ ഫസ്റ്റ് A ആണ്, ഇവിടെ നമുക്ക് A മാച്ച് കിട്ടി. സെക്കൻഡ് A ആണ്, അതിനും മാച്ച് കിട്ടി. ഇനി നെക്സ്റ്റ് കാണുന്നത് D എന്ന് പറഞ്ഞൊരു നോൺ ടെർമിനലാണ്. ഡിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ BBD. അപ്പോൾ ഡിയെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു, BBD ആക്കി മാറ്റി. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് B ഇവിടെയുണ്ട്, ഇവിടെയും കിട്ടി. അടുത്തത് ഇവിടെ B ഉണ്ട്, ഇവിടെയും B കിട്ടി. നെക്സ്റ്റ് D ഉണ്ട്, അത് നമുക്കിവിടെ കിട്ടി. നെക്സ്റ്റ് E നമുക്കതിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് നമ്മൾ റിസൾട്ട് എന്താണ്, നമ്മൾ ഇൻപുട്ട് സ്ട്രിങ്ങിനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പാഴ്സ് ചെയ്യാൻ പറ്റി യൂസിങ് ദിസ് പെർട്ടിക്കുലർ ഗ്രാമർ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ ഓൾട്ടർനേറ്റീവ്സ് ഉപയോഗിച്ച് പോയപ്പോൾ നമുക്കവിടെ സൊല്യൂഷൻ കിട്ടിയില്ല, ഫെയിലിയർ ആണ് ഉണ്ടായത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് ആ നോൺ ടെർമിനലിൽ തന്നെ വേറെ ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ നമ്മളുടെ ഇൻപുട്ട് സ്ട്രിങ്ങിനെ കംപ്ലീറ്റ്ലി പ്രോസസ്സ് ചെയ്ത് കഴിയാൻ പറ്റും, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് പാർസ് ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സക്സസ്ഫുള്ളി പാഴ്സ്ഡ്. ഇത്രയാണ് റിക്കർസീവ് ഡിസൈൻ പാഴ്സിംഗ്. താങ്ക് യു.